പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്താനിരിക്കുന്ന ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജില്ലാതല ചർച്ച ഒറ്റപ്പാലത്ത് നടന്നു. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 100-ലധികം പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠപുസ്തകങ്ങളിലെ സിലബസുകളുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ചർച്ച പൂർത്തിയായതിനു പിന്നാലെയാണ് ജില്ലാ തലങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിലും ഈ ആഴ്ച കൊണ്ട് ജനകീയ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പാലക്കാട് ജില്ലാതല ചർച്ച ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി ഹാളിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയെല്ലാം നമ്മുടെ പാഠ്യപദ്ധതി ആകേണ്ടതുണ്ട്, എങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കുട്ടികളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടും ഉൾക്കൊണ്ടും അതുകൂടി ചേർത്തും ഒരു പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന തീർത്തും ജനകീയമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ഉയർന്നു വന്ന സംവാദാത്മകമായ ഒരു അന്തരീക്ഷത്തെ, ജനകീയമായ ചർച്ചയെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഹയർ സെക്കൻഡറിയിലെ SCERT പാഠ്യപദ്ധതി എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് പൊതുവിൽ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തെ വലിയ തോതിൽ അതിന്റെ ചരിത്രപരമായ വശങ്ങളെ തന്നെ വക്രീകരിക്കുന്ന പരിശ്രമം നടക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെട്ട സംഭവം ഉൾപ്പെടെ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മളെല്ലാം പഠിച്ചത് അത്തരം പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന നിലയിൽ, പരിണാമ സിദ്ധാന്തം പഠിക്കേണ്ടതില്ല എന്ന നിലയിൽ, പീരിയോഡിക് ടേബിൾ പഠിക്കേണ്ടതില്ല എന്ന നിലയിൽ, മുഗൾ കാലഘട്ടമേ പാഠപുസ്തകത്തിന്റെ ഭാഗമായി മാറേണ്ടതില്ല എന്ന നിലയിലെല്ലാമുള്ള വസ്തുതാവിരുദ്ധമായ നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റുന്ന ഒരു കാലത്ത് അതിനോടുള്ള ഒരു പ്രതിരോധം കൂടിയായി വസ്തുതകൾ പറയുന്നതായി കേരളത്തിന്റെ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ഉൽപ്പന്നമായി വരുന്ന പുസ്തകവും മാറും എന്ന് പ്രതീക്ഷിക്കുകയുമാണ്. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ആദ്യഘട്ടത്തിൽ പരിഷ്കരിച്ചിരുന്നു. ഇതിന് തുടർച്ച എന്ന നിലയിൽ 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഈ മാറ്റങ്ങൾ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടുന്നതിനും മുന്നിലുള്ള വെല്ലുവിളികൾ മറികടക്കുന്നതിനും വേണ്ടിയായിരുന്നു ജനകീയ ചർച്ചയും ക്രോഡീകരണവും നടന്നത്. 26 മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയതായി കുട്ടികളിലെത്തുന്ന പാഠപുസ്തകങ്ങൾ എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ DJ സതീഷ് സ്വാഗതം ആശംസിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. SCERT ഡയറക്ടർ Dr. RK ജയപ്രകാശ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. SCERT റിസർച്ച് ഓഫീസർ Dr. MT ശശി, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ്, LSN സ്കൂൾ പ്രിൻസിപ്പൽ ആശ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാനതല പാഠപുസ്തക സമിതിക്ക് മുന്നിൽ എത്തിക്കുക എന്നതും നടപ്പിലാക്കുക എന്നതുമാണ് ചർച്ച കൊണ്ട് ലക്ഷ്യമിട്ടത്.